KJ ഷൈനെതിരായ സൈബർ ആക്രമണ പരാതിയിൽ രണ്ടാം പ്രതി KM ഷാജഹാന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന തുടരുകയാണ്. ഷാജഹാന്റെ ഐഫോൺ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്തെ വീട്ടിലാണ് പരിശോധന ഇപ്പോൾ തുടരുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നോട്ടീസ് നൽകും. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് ചെയ്തു. മനീഷ്, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? ഷാജഹാൻ അടക്കം ഈ അപകീർത്തി പ്രചാരണത്തിൽ പങ്കാളിയായെന്നായിരുന്നു പരാതിയുള്ളത്. ഇദ്ദേഹത്തിന് യൂട്യൂബ് ചാനലിലൂടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു എന്നും പരാതിയിലുണ്ട്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? ഷാജഹാന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് പോലീസ് ഇപ്പോൾ കണ്ടെടുക്കുന്നത്? സുഹേൽ, നിലവിൽ ഉള്ളൂർ ചെറുവയ്ക്കലുള്ള KM ഷാജഹാൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഏകദേശം 1 മണിക്കൂറിലധികമായി എറണാകുളം പറവൂരിൽ നിന്നെത്തിയ സൈബർ ടീമിന്റെ പ്രത്യേക സംഘം അടങ്ങുന്ന ടീമാണ് ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. നിലവിൽ ഈ പരിശോധനയിൽ ഷാജഹാൻ യൂട്യൂബ് ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാനുമൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഐഫോൺ, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 ഫോണുകളാണ് ഉള്ളത്. അതിൽ ഐഫോണാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ഫോൺ വഴിയാണ് ഷാജഹാൻ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നാണ് നിലവിൽ ഈ സംഘത്തിന്റെ പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ ഐഫോൺ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഷാജഹാനെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളെ ഹാജരാകാനാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷം ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഷാജഹാൻ യൂട്യൂബ് ചിത്രീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ, മറ്റ് ലാപ്ടോപ്പുകൾ, മറ്റു മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിച്ച് വരികയാണ്. ഈ KJ ഷൈനെതിരായ വീഡിയോ ചിത്രീകരിച്ച ഫോൺ ഈ ഐഫോണിൽ തന്നെയാണ്. അത് അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ചത് ഈ ഫോണിലാണ്. അത് ചിത്രീകരിച്ചത് മറ്റേതെങ്കിലും ക്യാമറയിലാണോ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഒപ്പം തന്നെ ലാപ്ടോപ്പ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഈ സംഘം എത്തിയത് അതായത് പറവൂരിൽ നിന്നുള്ള സൈബർ ടീമിന്റെ സ്പെഷ്യൽ ടീം മുനമ്പം DYSPക്കാണ് കേസിന്റെ അന്വേഷണ ചുമതലയുള്ളത്. അങ്ങനെ പറവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സൈബർ ടീമിന്റെ വിദഗ്ധ സംഘം എത്തിയാണ് ഈ രീതിയിലുള്ള പരിശോധന നടത്തുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സൈബർ കേസായതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചില്ലെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് ഈ ഷാജഹാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളിലായിരിക്കാം. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ എത്തി പരിശോധന നടത്തുന്നത്. ഷാജഹാൻ ഇതല്ലാതെ മറ്റൊരു ഓഫീസ് കൂടി തിരുവനന്തപുരത്തുണ്ട്. അവിടെ വെച്ച് കൂടി ഈ രീതിയിൽ വീഡിയോ ചിത്രീകരിക്കാറുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു സ്ഥലങ്ങളിൽ ചിലപ്പോൾ റെയ്ഡ് നടത്താനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ആലുവ അവിടെ സൈബർ ക്രൈം ഓഫീസിലേക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സുഹൈൽ, എന്തായാലും സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ KJ ഷൈന് പുറമെ ഷാജഹാനെതിരെ മറ്റ് എറണാകുളത്തെ MLA-മാരും പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ KJ ഷൈനെതിരെ അപകീർത്തിപരമായ പരാമർശത്തിൽ പ്രചാരണത്തിലാണ് നിലവിൽ ഷാജഹാന്റെ വീട്ടിൽ പരിശോധന നടത്തി വീഡിയോ ചിത്രീകരിക്കുന്ന മൊബൈലും ലാപ്ടോപ്പും അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.